നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2026 മാർച്ച് 3 ചൊവ്വാഴ്ച അടുപ്പുവെട്ട് രാവിലെ 9:45 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. ഭൂസ്പർശ് റിയൽറ്റേഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 ഹോട്ടൽ ചിരാഗ് ഇന്നിൽ വെച്ച് നടന്നു. കമ്പനിയുടെ രജിസ്ട്രേഷൻ, വെബ്സൈറ്റ് ഉദ്ഘാടനം, സെമിനാർ, ID കാർഡ് വിതരണം, പൊങ്കാല കിറ്റ് വിതരണം, രോഗികൾക്കായുള്ള ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം എന്നിവയുടെ ഉദ്ഘാടനവും ഇന്ന് നടന്നു. സമസ്ത മേഖലയിലും ജനങ്ങളുടെ ജീവിത വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള കൂട്ടായ്മയും രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, വ്യവസായ, വാണിജ്യ രംഗങ്ങളുമായി ജനങ്ങൾക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി സംശുദ്ധമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലാകെ വാർഡ് അടിസ്ഥാനത്തിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരാൾക്ക് ഏകദേശം 24,000 രൂപയും ഓരോ കോർഡിനേറ്റർക്കും 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ സ്വയം തൊഴിൽ നൽകുക എന്നതാണ് ഈ കമ്പനിയുടെ മറ്റൊരു ലക്ഷ്യം. വാർഡ് അടിസ്ഥാനത്തിൽ മറ്റു ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രതിമാസം കുറഞ്ഞത് 2 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഭൂസ്പർശ് റിയൽറ്റേഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭൂസ്പർശ് റിയൽറ്റേഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്കിന്നിവിടെ നമ്മുടെ കമ്പനി ഡയറക്ടർ വേണുഗോപാൽ സാറുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനി അഡ്വൈസർ ചെയർമാൻ അലക്സാണ്ടർ സാറും ഉണ്ട്. അവര് നമ്മുടെ ഈ ഒരു സംരംഭത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതാണ്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഭൂസ്പർശ് റിയൽറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ജോലിയും മറ്റും സാധ്യതയില്ലാതെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആയത് കാരണം കൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനിയുടെ ഉത്തരവാദിത്തം ഇത്രമാണ്. ഒരു രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരത്തോടു കൂടി ഇത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് റിയൽ എസ്റ്റേറ്റ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്, മാൻ പവർ സർവീസ്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഇതൊരു ബിസിനസ്സായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത് മാത്രമല്ല, അതിനകത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമുക്ക് കേരളത്തിലെ 23,000 സംതിങ് വാർഡുകൾ വരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ വാർഡുകളിലെ ഓരോ വാർഡിലും ഓരോ കോർഡിനേറ്റർക്ക് നമ്മൾ തൊഴിൽ കണ്ടെത്തി ഈ പറയുന്ന കമ്പനിയിൽ കൂടി അവരെ പ്രാപ്തരാക്കി അതിൽ നിന്നും നമുക്കൊരു 80% അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു തുകയിൽ നിന്നും ഒരു വർഷത്തിൽ 12 മാസത്തിൽ 1 മാസത്തെ വരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി എന്ന് വെച്ചാൽ 23,000 സംതിങ് ആൾക്കാരും കൂടി ചേർന്ന് ആ 1 മാസത്തെ വരുമാനം എടുത്ത് സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുക, അത് പാവപ്പെട്ടവരെ സഹായിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഹോസ്പിറ്റലുകളെ ഇതുപോലുള്ള സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരുക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ബ്രീഫിനകത്ത് തരാം. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.